ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അധർമ്മികളുടെ ആയുധം താഴെ വെപ്പിച്ച് സൈനികരുടെയും വർത്തകന്മാരുടെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള ആ ദിഗ്വിജയ ഘോഷയാത്രകൾ എത്തിച്ചേർന്നത് 9 രാവുകൊണ്ട്. ആ മഹത് ദൗത്യത്തിന് ശേഷം 10-ാം നാൾ വിജയദശമി. ഭഗവാൻ കൃഷ്ണൻ പ്രജാലോകത്തെ പറഞ്ഞു കൊതിപ്പിച്ച ധർമ്മരാഷ്ട്രത്തിൻ്റെ പിറന്നാൾ. യുദ്ധതന്ത്രപ്രധാനമായ 9 രാത്രികൾ, നവരാത്രികൾ. 10-ാം നാൾ വിജയദശമി, ധർമ്മക്ഷേത്രമായ ഭാരതത്തിൻ്റെ പിറന്നാൾ. ചക്രവർത്തി പദത്തിലേക്ക് ധർമ്മപുത്രർ. പ്രഥമ ദിനം പ്രജകൾക്ക് ദാനമായി നൽകിയത് ദിവ്യമായ ദാനം, വിദ്യാദാനം. ധർമ്മത്തിനായ ആയുധത്തെ പൂജിച്ചെടുത്ത് വിദ്യയുടെ ആരംഭം. ഭാരതം വാഗ്ദേവിയാണ്, സരസ്വതിയാണ്. സരസ്വതി അറിവാണ്, വിദ്യയാണ്. അമ്മ ഭാരതാംബയാണ്. പ്രജാലോകത്തിന് ധർമ്മക്ഷേത്രമായ ഭാരതത്തെ സമ്മാനിച്ച കൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ